നമസ്കാരം. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ഗ്ലോബൽ സ്റ്റാർ രാംചരന്റെ നമ്മുടെ ഡയറക്ടർ ശങ്കർ സംവിധാനം ചെയ്ത രാംചരന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ പടം ഇപ്പം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പറയുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫൊക്കെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെയധികം ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് കണ്ടുപോയത്. പക്ഷെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഡയറക്ടറായിരുന്നു. അന്യൻ സിനിമയായാലും എന്തിനായാലും, അന്യനൊക്കെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സിനിമയാണ്. ഇന്ത്യൻ ആയാലും അദ്ദേഹം വളരെയധികം താഴോട്ട് പോകുന്നതായിട്ടാണ്. ഇന്ത്യൻ 2 കണ്ടതോടെ എനിക്ക് മതിയായി. ശങ്കറിന്റെ സിനിമ ഇന്ത്യൻ 2 കണ്ടതോടെ അദ്ദേഹം എത്രമാത്രം താഴോട്ട് പോയേക്കുന്ന ഇന്ത്യൻ 2 ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതേ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ 2വിന്റെ അത്ര ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ട പാട് എനിക്കറിയാം. അതുപോലല്ല ഗെയിം ചേഞ്ചർ കുറച്ചും കൂടെ നല്ല. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ഇന്റർ ബ്ലോക്ക് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ കിയാര അദ്വാനിയാണ്, ബോളിവുഡ് ആക്ടർ കിയാര അദ്വാനിയാണ് ഹീറോയിനായിട്ട് വരുന്നത്. റൊമാൻസും പാട്ടും ഒക്കെ സെറ്റുകളൊക്കെ പാട്ട് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സെറ്റും വിഷ്വൽസ് ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. നമ്മുടെ സ്വന്തം ജയറാമേട്ടനുണ്ട്. ജയറാമേട്ടൻ നല്ല കോമഡിയൊക്കെ നല്ലപോലെ ജയറാമേട്ടൻ്റെ വർക്കൗട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ് സൂര്യ ഉണ്ട്. സൂര്യ പൊട്ടത്തല വീഴ്ച വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ പരിപാടി പോകുന്നു. പിന്നെ അഞ്ജലിയുടെ ഫ്ലാഷ് ബാക്ക്, അഞ്ജലിയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഞ്ജലിയുടെ ക്യാരക്ടറും അഞ്ജലിയുടെ ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ വേണ്ടി പറയാം. ഇച്ചിരി കുറച്ച് ബോറാക്കി കളഞ്ഞെന്ന് തന്നെ വേണ്ടി വരാം. ക്ലൈമാക്സ് കൊണ്ടുപോയി നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ തെലുങ്ക് അവിടുത്തെ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ള എലമെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പടം തീർത്തും മോശമാണെന്നല്ല, ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വളരെ എനിക്ക് പേഴ്സണലി ഒരു ദുരന്തമായിട്ടാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത്. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ഒരുപാട് അതം പതിക്കുന്ന ലെവലിലോട്ട് എത്തി എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ വളരെയധികം ആരാധിച്ചിരുന്ന ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് ശങ്കർ. അദ്ദേഹം മ്യൂസിക്കും അത്ര വന്നില്ല. തമിഴിൻ്റെ മ്യൂസിക്കും അത്രത്തോളം നമുക്കറിയാം. പാരിസിലൊക്കെ ഉള്ള ആ ഒരു ഇതൊന്നും വന്നില്ല. ഒരു തമിഴിൻ്റെ മ്യൂസിക് അത്ര ഇത് എനിക്ക് ഇമ്പാക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ പാട്ടിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ പടം പോയി പിന്നെ ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ കാണാൻ പറ്റുന്ന പിന്നെ കൂടുതലും പൊതുവെ ഒരു ഇത് പറയുവാണെങ്കിൽ നമ്മൾ മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ സാധ്യത തീരെ കുറവാണ്. ഇന്ത്യൻ 2 പോലെ തന്നെ. പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണേണ്ടവർക്ക് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ ധൈര്യം പോവാൻ. ഞാൻ 100% ഞാൻ നല്ല പടമാണെന്ന് പറയത്തില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാനും ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി അത്ര പിടിച്ചില്ല പടം. അത്ര. നന്ദി, നമസ്കാരം.